അപ്പം ഇന്ന് വൈകുന്നേരം 4:30 മണിക്കാണ് കേട്ടോ. അപ്പം ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. പഴമൊക്കെ റെഡിയാക്കി വെച്ചിന്. പഴത്തിൻ്റെ മാവൊക്കെ ഞാൻ ഉച്ചക്ക് കൂട്ടി വെച്ചിന്. നമുക്ക് ചട്ടി എടുത്തിട്ട് വെച്ചാണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാണ്ട് അത് അടുപ്പ് കത്തിച്ചാണ്ട് പഴക്കൊക്കെ പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പം ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടോ. നമ്മളെ ഇളയമാൻ്റെ മോളെ പെരേക്ക് പോയ വിശേഷങ്ങൾ ഓളെ കാണാനായിട്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും പോയി കണ്ടുവരിക. അപ്പോൾ ഞാൻ പഴയൊക്കെ പൊരിച്ചാണ്ട് ചായയൊക്കെ ഉണ്ടാക്കട്ടെ. നല്ല മഴ വരുന്നുണ്ട്. മഴക്കാരൊക്കെ മുകളിൽ തിരുമ്പൊക്കെ എടുത്ത് വെക്കണം. മഴ ഇനിയിപ്പോൾ ഒരു കഴിയുന്നതിന് മുന്നേ മഴ പെയ്യുമാവാം. എല്ലാവരും നോക്കുക. അതിന് തോലൊന്നുമില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. നമുക്ക് പൊരിച്ചോ. അപ്പോൾ ഏതായാലും ഞാൻ ഈ പായൊക്കെ ഒന്ന് അങ്ങോട്ട് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അനിയത്തിൻ്റെ ഒരുപാട് തള്ളുകളൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ വരും കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ആങ്ങളൻ്റെ കുട്ടീൻ്റെ നിക്കാഹ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിന് കേട്ടോ. അപ്പം നിക്കാഹ് കഴിഞ്ഞാണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇങ്ങോട്ടാണ്. ഇന്നൊരു ഞായറാഴ്ച മാത്രമല്ലേ നമുക്ക് സ്കൂളിൽ അത് ലീവുള്ളൂ. സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പം വാട്ടിക്കും ലീവില്ല, കുട്ടികൾക്കും ലീവില്ല എന്ന് പറഞ്ഞ മാതിരിക്ക്. നാളെ പിന്നെ സ്കൂളിൽ ലീവാണ് പറഞ്ഞിട്ട് കാര്യമില്ല. മിന്നുനും സിനുനും ഹോസ്പിറ്റലിലേക്കും പോകാനുള്ളതുകൊണ്ട് 6 മണിക്ക് പെരേന്നിറങ്ങിയിട്ട് 8 മണിയാകുമ്പോൾ തോൽക്ക് അവിടെ എത്തണം കേട്ടോ. അതൊക്കെയാണ് വിചാരിച്ചാണ്ട് ഒരുങ്ങിക്കെട്ടി ഇന്ന് അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ജാവിനൊക്കെ പറയണില്ലേ, അതേമാതിരിക്ക് ഇനിയും പറയുന്നുണ്ട്. ജാവിനിപ്പോൾ എല്ലാവരും ഇങ്ങനെ നല്ല രീതിയിലൊക്കെ പറയുന്നുണ്ട്, നല്ല ടാലൻ്റാണ്. അതേമാതിരി ഇനിയും പറയുന്നുണ്ട്. ഏട്ടത്തിൻ്റെ അഞ്ചത്തിൻ്റെ മാറിയാണ് ഞങ്ങൾ അങ്ങനെ വയസ്സൊരീസം പറഞ്ഞിട്ടല്ല, 6 വയസ്സും. അപ്പം ഞാൻ പറയും എൻ്റെ വയസ്സ് പറയില്ല, കണ്ടോലൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറയാം. ഒരു മിസ്സിനോട് ഒരു 31, മറ്റോടൊക്കെ 31, എല്ലാവരും 31. എനിക്ക് 31 വയസ്സ് തന്നെയാണ്. പക്ഷെ എനിക്ക് പറഞ്ഞു തരികയായിരുന്നു, എനിക്ക് അറിയണില്ല. സമാധാനം മിസ്സിൻ്റെ കൊല്ലായോ എൻ്റെ സാനുമോളെ LKG ചേർത്തന്നിച്ച് പഠിപ്പിച്ചു തുടങ്ങി. ടീച്ചർ ഒപ്പം കയറിയില്ലേ സ്കൂളില്? ചേർന്നുണ്ടല്ലോ. ഞാൻ പിന്നെ അതിന്റെ മേലേക്ക് കയറുള്ളൂ, ഇറങ്ങരുത്. ഇന്നലെ ഞങ്ങളിങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിൽ മിസ്സുമാരെ ഗ്രൂപ്പുണ്ട്, വലിയ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഇങ്ങനെ സാർബാ മിസ് ഉണ്ട്. ഞാൻ ഐസ്ക്രീമിന്റെ പിക്ക് വിട്ടെടുത്തപ്പോൾ ശാസ്ത്രാംശേ നോക്ക് ഉടനെ കുട്ടി ഈ ഐസ്ക്രീമിൻ്റെ എനിക്ക് കിട്ടിയിട്ട് എതിരായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ പൈസ ഉണ്ട് ഇറക്കിയപ്പോൾ കിട്ടും. അങ്ങനെയൊക്കെ എനിക്ക് ആവാൻ എന്തിനാറ് പൂതി, എനിക്ക് പഠിച്ചത് നല്ല പൂതിയുണ്ട്. അപ്പം ഞാൻ പഠിച്ചത് ഞാൻ പറയുന്നുണ്ട്. വേറെ അറിയും ഫ്രം മിസ്സിനോട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് കിട്ടണം, ഒരുപാട് കാര്യങ്ങൾ കിട്ടത്തൊക്കെ ഞാൻ എൻ്റെ ഫോണിലുണ്ട് അടിച്ചത്. ഫസ്റ്റ് അങ്ങനെയൊക്കെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തിയിട്ടാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞങ്ങൾ തുടങ്ങിയില്ല, ഞങ്ങൾക്ക് മലയാളം തുടങ്ങി. ഞങ്ങൾക്ക് മലയാളം പാടും ക്ലാസ് ഗുഡ് മോർണിംഗ് അല്ലല്ല സ്റ്റാൻഡപ്പ് പറയാം. സ്റ്റാൻഡപ്പ് എടുക്കാൻ പറയാം. സ്റ്റാൻഡപ്പ് പറഞ്ഞിട്ട് മക്കളോട് ബുക്കൊക്കെ ഒന്ന് എടുക്കാൻ പറയാം. ഇതൊക്കെ കുറേ കുട്ടികളെ മുന്നിലെടുത്ത് ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞു. അപ്പം എല്ലാവരും ഇങ്ങനെ ഇംഗ്ലീഷിൽ അതും ഇത് പറയണേ. അപ്പം ഞാൻ മിസ്സിനോട് പറഞ്ഞു എൻ്റെ ഇംഗ്ലീഷ് ആയിട്ട് നിങ്ങൾ തിരിച്ച് പറഞ്ഞിട്ട് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു മൈ നെയിം ഈസ് അങ്ങനെ കണ്ടു ചോദിച്ചു. അല്ലാതെ അല്ല വാട്ട് ഈസ് പറഞ്ഞു ചോദിച്ചു. അല്ല ഇംഗ്ലീഷിൽ ചോദിച്ചാൽ പറഞ്ഞു, ഇംഗ്ലീഷ് ചോദിച്ചാൽ പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷ് വല്ലതും തിരിയും തിരിയായില്ല, പഠിച്ചാൽ തിരിയും, ഇനി പഠിച്ചല്ലുള്ളൂ. അപ്പം ഞാൻ വാട്ട് ഈസ് പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരുന്നത്. അതല്ല അപ്പൊ പിന്നെ തുടങ്ങി. പിന്നെ ഞാൻ ചോദിച്ചു മൈ ഫേവറേറ്റ് ഫുഡ്, മൈ ഫേവറേറ്റ് ഫ്ലവർ. എനിക്ക് അതൊക്കെ എല്ലാവരോടും ഞാൻ അതൊക്കെ ചോദിച്ചു. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ കുട്ടികളെല്ലാം പറഞ്ഞു ചേരുള്ളൂ. പിന്നെ ഇന്നലെ തുടങ്ങിക്കിട്ട് മീൻ വേണോ, കുപ്പിയിലുള്ള മീനാണോ പറയുന്നത്. പാടത്ത് തോട്ടിലുണ്ട്, പോയി കുടിച്ചോണ്ടെന്ന് തരും. ടീച്ചർ ആകാനുള്ള ഗുണങ്ങളും നല്ല ടീച്ചർക്കുള്ള ഗുണങ്ങളും
ടീച്ചറാകാനുള്ള കാരണം എന്താണെന്നും നല്ല ടീച്ചർക്ക് വേണ്ട ഗുണങ്ങളും അത് ഞാൻ അടിച്ചൊക്കെ കിട്ടി എന്നിട്ട് ഞാൻ ഇവളോട് ചോദിച്ചു. ഇവളെനിക്ക് പറഞ്ഞത് ഇവളോട് ചോദിച്ചു. ഇവളെനിക്ക് പറഞ്ഞത് ഒക്കെ അവിടെ എഴുതി വെച്ചിന്. അത് പഠിച്ചാൽ എനിക്ക് നേരം കിട്ടിയില്ല. അങ്ങനെയുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. സ്നാക്സ് ഒക്കെ എങ്ങനെ ഓരോരുത്തർ 12 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് സ്നാക്സും ചായയും ആര് വകെ ഓരോ ടീച്ചർമാരിങ്ങനെ ഇത് കൊണ്ടോട്ട് വരും കൊണ്ടോട്ടി ട്രെയിനീസ് കൊണ്ടുവരും. ട്രെയിനീസ് പോണതിന്റെ മുന്നായിട്ട് എനിക്ക് ഞാനവിടെ അങ്ങനെയുണ്ട്. ഞങ്ങളെ സന്തോഷിപ്പിക്കാനൊന്നും പറയുന്നത് അങ്ങനെ സന്തോഷം എന്നെ ഒരാൾ സന്തോഷിപ്പിച്ചൊന്നും ചെറോട് മന്ദിരമായി തരും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ മാസ്റ്റർമാരും ടീച്ചർമാരും ഹോട്ടലിൽ എവിടെ തുറന്നണോ പുതിയത് അവിടെ പോയിട്ട് മിഞ്ഞാന്ന് പോയിട്ടില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പിച്ചിട്ടില്ല. കരുവാങ്കൽ ഞാൻ പോകും. പിന്നെ വേറെ ഞങ്ങൾ രണ്ടാളില്ലാത്തപ്പോ എല്ലാവരും ഞങ്ങളങ്ങനെ തന്നെ. ഞങ്ങള് രണ്ടര വാങ്ങി രണ്ട് എത്ര ആളല്ലേ? ഇതിനെ മതിയോ? കണ്ടിട്ടുണ്ടെന്നാ കേട്ടോ. മാളോ ഈ കളറല്ല ഏതാ അറിയോ? ആ മറ്റേ കളറിന്റെ കച്ചാപ്പറിച്ചില്ലേ പല കളർ ഞങ്ങൾ പൊന്നൂനി ബിലൊക്കെ വിളിച്ചോണ്ടിരുന്നു. റിഫൂനൊന്നും കിട്ടിയില്ല. കഴിച്ചാണോ? നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞു പോന്നിട്ട് കൊറേ പോരാത്ത ഇതില് നമ്മള് തോനെ പോകാൻ തോന്നിയില്ല. എന്താ മനസ്സിലാ? അങ്ങനെ അനിയത്തിൻ്റെ പെരേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അനിയത്തിനും കുട്ടീനെയൊക്കെ കണ്ട് പിന്നെ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് കുത്തറിനതിന് ശേഷം പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഞങ്ങൾ തന്നെയാണ് കേട്ടോ ചായ ഉണ്ടാക്കിയതും ഞങ്ങൾ തന്നെ പാത്രം കഴുകി വെക്കണതും കുടിച്ചതും ഒക്കെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ. ഇവിടെ ആരും ഇല്ല കേട്ടോ. ഇവള് സ്വന്തം വീട് തന്നെ ആയതുകൊണ്ട് ഇവളും ഓളെ പുതിയാപ്പിളയും 3 കുട്ടികളാണ് കേട്ടോ. ഇപ്പോൾ ചെറിയൊരു കുട്ടി പെൺകുട്ടിയും ഇതിൻ്റെ മൂത്തത് 2 ആൺകുട്ടികളാണ് കേട്ടോ. അവരൊക്കെ നിക്കാഹിൻ്റെ പെരയിൽ അവിടെയാണ്, ഓഡിറ്റോറിയത്തിലാണ്. ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് പിടിച്ചതല്ലേ. അപ്പോൾ ഇന്ത്യ ഓളെയൊക്കെ മൂത്തമ്മാൻ്റെ മകൻ്റെ കുട്ടീൻ്റെ നിക്കാഹാണ് ഇപ്പോൾ ഇന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 2-3 മണിക്കൂറോളം ഓളെ പെരയിൽ തന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞു കുത്തരണം. അവിടെ ഇവിടെ ഇതാ തൊടുകൂടെ ഒക്കെ അങ്ങനെ പോയാണ്. ഓള് റബ്ബർ തോട്ടമൊക്കെ കണ്ടിട്ടോ. അപ്പോൾ റബ്ബറൊക്കെ വെട്ടി വെച്ചിന് അതൊക്കെ പോയി കണ്ട് മെഷീനിൽ എങ്ങനെ അടിച്ചിട്ടതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള പുതിയാപ്പിള പിന്നെ നിക്കാഹിൻ്റെ അവിടെ നിന്ന് വന്ന് ഞങ്ങൾ പോന്നപ്പം ഓളെ പുതിയാപ്പിള വന്നിട്ടില്ലേനും. പിന്നെ ഓളെ പുതിയാപ്പിള ഞാൻ വന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ഓളെ പുതിയാപ്പിള വന്നാരായിട്ട് ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് ഒരുങ്ങണത്. പോലെ റബ്ബർ തോട്ടും ഗ്രൗണ്ടും വായത്തോട്ടും സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. എന്ത് ഭംഗിയല്ലേ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാനും. റബ്ബർ തോട്ടും പിന്നെ ഗ്രൗണ്ട്, കുട്ടികൾ പന്ത് കളിച്ചനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വായത്തോട്ടം ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടില്ല ഇവിടെ തൈ അത് എന്തിൻ്റെ മരാന്ന് പറഞ്ഞാൽ അത് ഊതുമരാണല്ലോ. നിങ്ങൾ കേട്ടില്ല ഊതും മത്തറും എന്നൊക്കെ. അപ്പം ഊതാണല്ലോ. കാതലിട്ട് പക്ഷെ അത് മരമായി കാതലൊക്കെ പൊളുക്ക ആയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വിലയാണെന്ന് കാണുന്നത്.